നമ്മുടെ ഫോൺ പേ ആപ്പിനകത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ UPI പിൻ നമ്പർ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ എളുപ്പത്തിൽ അത് റിക്കവർ ചെയ്തെടുക്കാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോവാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമ്മുടെ ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ആപ്പ് നമ്മൾ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഹോം പേജിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോം പേജിൽ നമുക്ക് ലെഫ്റ്റ് ടോപ്പിലായിട്ട് ഇത്തരത്തിലൊരു പ്രൊഫൈൽ ഐക്കൺ കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഫൈൽ പേജിലെത്തുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പേജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. ആ ഏരിയയിൽ നമ്മളിവിടെ ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണാം, ആ പ്രൈമറി അക്കൗണ്ട്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഏരിയയിൽ നമുക്കിവിടെ കൃത്യമായിട്ട് UPI പിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ റീസെറ്റ്, മറ്റേത് ചേഞ്ച് എന്നുള്ളതാണ്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെ, അതുകൊണ്ട് നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള റീസെറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ആധാർ കാർഡ്, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള റീസെറ്റ് പ്രോസസ്സും, രണ്ടാമത്തേത് നമ്മുടെ ഡെബിറ്റ് കാർഡ്, നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ളതുമാണ്. ഞാനിവിടെ നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ളത് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ATM കാർഡിൻ്റെ അവസാനത്തെ 6 അക്ക നമ്പർ നമ്മൾ ഫസ്റ്റ് ബോക്സിൽ കൃത്യമായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനും താഴെയുള്ള ബോക്സിൽ നമ്മുടെ ATM കാർഡ് എക്സ്പയർഡ് ആവുന്ന മന്ത്, ഇയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ രണ്ടും എൻ്റർ ചെയ്തിട്ട് താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് ഒരു OTP വരും. നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു 6 അക്ക OTP വന്നിട്ടുണ്ടാവും അപ്പോൾ തന്നെ. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് എടുത്തിട്ട് അതൊന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എനിക്കിവിടെ OTP ഇവിടെ വന്നിട്ടുണ്ട്. ഞാനത് കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. അത് ഞാനിവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തു. ശേഷം ഞാനിവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീടാണ് നമ്മൾ പുതിയ UPI പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ട ഏരിയയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സെക്യൂർഡ് ആയിട്ടുള്ള ഓർമ്മയിലിരിക്കുന്ന ഒരു പിൻ നമ്പർ തന്നെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. അപ്പോൾ ഞാൻ ഒരു പുതിയ UPI പിന്ന് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ട് വീണ്ടും കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആ UPI പിന്ന് ഇവിടെ ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനത് കൃത്യമായിട്ട് ഒരു തവണ കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തു. പിന്നീട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ UPI പിന്നോട് സെറ്റായി എന്നുള്ള നിലക്ക് ഒരു മെസ്സേജ് ഇവിടെ വരും. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ പുതിയ UPI പിൻ നമ്പർ സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിൻ നമ്പർ. അപ്പോൾ ഈ പ്രോസസ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.